ഒന്ന് നിയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യാന്നറിയോ? റമളാന 26, 27 ആകുമ്പോഴത്തേക്ക് ഇക്കൊല്ലത്തെ റമളാനിന്റെ ആയുസ്സിൽ എനിക്ക് എല്ലാ ഖൈറുകളും കിട്ടുന്ന റമളാനാകണമെന്ന നിയ്യത്തോടെ എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറി കിട്ടണം, എല്ലാ രോഗങ്ങളും ശിഫയാവണം, എല്ലാ സന്തോഷങ്ങളും മനസ്സിനും തടിക്കും കിട്ടണം. ഓരോരുത്തരെയും അലട്ടുന്ന പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നിങ്ങളെ കൽബിൽ മറ്റൊരാളോടും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ അറിയുമല്ലോ. നിങ്ങൾ നിയ്യത്ത് ചെയ്തിട്ട് ഒരു 3333 തവണ ആ റമളാൻ 27 ആകുമ്പോഴത്തേക്ക് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ആ ദിക്റൊന്ന് ചൊല്ലി തീർക്കി. ആ ദിക്റൊന്ന് ചൊല്ലി തീർക്കി. കഴിയൂല? വിചാരിച്ചാൽ നടക്കൂല. റമളാൻ 27 ആകുമ്പോഴത്തേക്ക് 3333 ഒരു 3333 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ചൊല്ലി തീർക്കാൻ കഴിയൂലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. റമളാൻ 26-നും 27-നും വലിയ ഒരു മജ്ലിസ് ഇൻഷാ അല്ലാഹ് കൊണ്ടോട്ടിയിൽ വെച്ച് നടക്കും. അല്ലാഹു കുടുംബസമേതം അതിലൊന്ന് കൂടാൻ തൗഫീഖ് തരട്ടെ. നമ്മളെ മക്കളൊക്കെ നന്നാവാൻ പ്രത്യേകം നിയ്യത്ത് ചെയ്യണം. ഇത് ചൊല്ലുമ്പോൾ നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവണം, ദുനിയാവിലും അവർക്ക് ഇസ്സത്തുള്ള ജോലി കിട്ടണം, അതിനാവശ്യമായ നിലയിൽ പഠന നിലവാരം മെച്ചപ്പെട്ട് കിട്ടണം, പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം കിട്ടണം, നിസ്കാരങ്ങൾ ഖളാ ആയി പോകരുത്, വീട്ടിൽ അവരെ കൊണ്ട് സന്തോഷങ്ങൾ നിറയണം. അതൊക്കെ നിയ്യത്ത് ചെയ്ത് ഓരോരുത്തരുടെയും പ്രശ്നം അറിയാലോ, അതവർ നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് ചെല്ലാൻ തുടങ്ങുന്നെ. ഈ ദിക്റിന്റെ കാര്യത്തിലൊന്നും ഒരഭിപ്രായ വ്യത്യാസവും ഈ ദിക്റിന് അത്ര വലിയ ഫളിലൊന്നും ഇല്ല എന്നൊരുത്തം പറഞ്ഞാൽ ഇസ്ലാം നാണ്ട് പുറത്തു പോകും. കാരണം ഖുർആൻ അത്രയും ഗണ്യതമായി ഇത് പറയുന്നുണ്ട്. അങ്ങനെയാണ്. ഏത് രക്ഷക്കും ഇത് മതി. യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ ദിക്റാന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഖുർആനിൽ പറയാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇതേ പ്രകാരം ഈ ദിക്ർ കൊണ്ട് മുഅ്മിനീങ്ങളെയൊക്കെയും നാം രക്ഷപ്പെടുത്തും. പക്ഷെ മുറുകെ പിടിക്കണം. എന്ത്? ഈ ദിക്ർ. മനസ്സിലായില്ലേ റബ്ബേ? നിങ്ങൾ ഉറപ്പിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ റമളാൻ 27 ആകുമ്പോഴത്തേക്ക് ഈ ദിക്ർ ഒരു 3333 തവണ ചൊല്ലി തീർക്കുമെന്ന് നിയ്യത്ത് ചെയ്തവർ ഒന്ന് കൈപൊക്കി. എല്ലാവരും പൊക്കിയോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. തുടങ്ങല്ലേ? ഇപ്പൊ തന്നെ ഒന്ന് തുടങ്ങല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഇതിൻ്റെ ബറക്കത്ത് കൊണ്ടൊരു പ്രത്യേക കബൂലിയത്ത് നമുക്ക് നൽകട്ടെ. അല്ലാഹു ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് മലക്കൂത്തിൽ നിന്നുള്ള അർശിൽ നിന്നുള്ള ഇൽമ കൊണ്ട് നമ്മളെ കൽബ് നിറച്ചു തരട്ടെ. ഹിബത്തിൻ്റെ ഇൽമ്, ലദുന്നിയായ ഇൽമ്. അള്ളാഹു എന്തൊക്കെ പോരായ്മകൾ നമ്മളിലുണ്ടെങ്കിലും അവൻ്റെ റഹ്മത്ത് കൊണ്ട് അതൊക്കെ കണ്ട് ഒഴിവാക്കി പരിഹരിച്ച് ആ ഒരു ഇൽമ് നൂറാനിയത്ത് കൊണ്ട് നമ്മളെ കൽബിനെ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. വീട്ടിൽ അള്ളാഹു സമാധാനം നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്ന സകല കാര്യങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 5 ആളോടെങ്കിലും ഈ വിവരം പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കണം.
10,000-കണക്കിന് ആളുകൾ ഇൻഷാ അല്ലാ ആ 27-നും 26, 27 റമളാനിൽ സംഗമിക്കുമ്പോൾ അതിലൊരു കണ്ണിയായി ഇൻഷാ അല്ലാ നമുക്കും പങ്കെടുക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങളത് ഏറ്റെടുത്തോളൂ. അതൊക്കെ ആ റമളാനിൽ വലിയ വിജയത്തിന് കാരണമാകും. ഖത്മുൽ ഖുർആന്റെ ദുആയും തൗബയും എല്ലാം നടക്കും ആ മജ്ലിസിൽ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.